എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമ്മളുള്ളത് ലഡാക്കിലെ ഫുഗാ വാലിയിലാണ്. അപ്പം ഇന്ന് നമുക്ക് ഫുഗാ വാലിയിലെ കാഴ്ചകളൊക്കെ കാണാം. ഏട്ടാ വരുന്നുണ്ടോ? നമുക്ക് പോയി ഫുഗാ വാലി കണ്ടിട്ട് വരാം. അവിടെ നാട്ടിൽ ചെന്നാൽ കാണാൻ പറ്റത്തില്ല കേട്ടോ. ഈ ഫുഗാ വാലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഉണ്ടല്ലോ നല്ല ചൂട് വെള്ളം കാണാം. നമുക്ക് ഭൂമിക്കടിയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നതാണ്. ഐസ് വാട്ടറാണ്. ഒരാളെ വെള്ളത്തിൽ ചാടാൻ റെഡിയായിട്ട് നിൽക്കുക. ദാമിക്കുട്ടി കാല് മരിക്കും. ഇങ്ങോട്ടോ ഇവിടെ വന്ന് നോക്കാം. ശകലം തണുപ്പുണ്ടോ അതൊന്ന് നോക്കി. ചൂടുവെള്ളം വന്നോ എൻ്റെ പൊന്നെ? ഓ ആടെ അത് നനച്ച് മാത്ത ഐസ് പോലത്തെ വെള്ളമാ. കണ്ടോ യാക്കിനെ ഓടിച്ചു വിട്ടോ ഒച്ചയെടുത്ത്? അതേ ഓടുന്നു. ഉണ്ടോ എന്തോരം യാക്കാൻ നിൽക്കുന്നതെന്നുണ്ടോ? എൻ്റെ യാക്കേന്നോ? സൂര്യ വിളിക്കായിരുന്നു എൻ്റെ യാക്കേന്ന്. കൊണ്ടുപോകുന്നുണ്ടോ? ഇതില് കുറച്ച് നടന്നങ്ങ് പോകണം. അങ്ങാ അവിടെ രണ്ടുപേര് പോയി നിൽപ്പുണ്ട്. ചായയും കുഞ്ഞിക്കണ്ണും അവിടെ പോയി നിൽപ്പുണ്ട്. ആ അങ്ങ് പോയി. ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞെന്നുള്ളൂ. ചായ എല്ലാവരും പറഞ്ഞു കേട്ടപ്പോഴേ. ഇപ്പോൾ പുത്തേ ട്രാവലോൻ്റെ ലഡാക്കിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം വെള്ളം ഉണ്ടായിരുന്നാ. ഇപ്പോൾ വേനലായതുകൊണ്ട് പറ്റിയതാ. ഇന്നോടിച്ചാടി ആടാൻ പറയാണോ? ഇത്രയും ദൂരം വരാൻ കുഴപ്പമില്ലായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ചെളിയാ. അയ്യോ, എങ്ങനെ അങ്ങോട്ട് പോകുന്നത്? ചെളിയാണല്ലോ, ഭയങ്കര ചെളിയാ. ചളിക്കാത്തൂടെ ചാടിപ്പോവാം. ദൂരോട്ടമ്പൂ ചാടിയ പോലെ ചാടേണ്ടി വരുമോ? ചാടിപ്പോ ചെളി കുഞ്ഞിക്കിളി. ഓ ഇതിങ്ങോട്ട് ചെളിക്കാത്തോടെ ചാടി വരെ ഇച്ചിരി പാടാ. ചെളിക്കാത്ത ചവിട്ടിയാലും അധികം താഴത്തില്ല. പോരെ ചെളി അധികം ആക്കാന്നോ? നീ അതിലേടാ പോയേ? ഇതെനിക്ക് തോന്നുന്നു ഒരു 500 മീറ്റർ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ റോഡിൽ നിന്ന് ഈ ഹോട്ട് സ്പ്രിങ് വരെ. ഈ വെള്ളത്തിലൊന്ന് ഇറങ്ങി നിന്ന് നോക്കിയേ. തിളച്ച വെള്ളമാണ്. ഇത്രയും തണുപ്പുള്ളടുത്ത് ഇത്രയും ചൂടുള്ള വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയല്ലേ. ഞാനേ 2 പ്രാവശ്യം ഇവിടെ വന്നു പോയി വർത്താനം പറയുമ്പോൾ നാക്ക് കെട്ടി. അപ്പോൾ ഇത്രയും ചൂടുള്ള തിളച്ച പോലത്തെ വെള്ളമേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കരം തന്നെയാണ്. ചൂടുവെള്ളത്തെ കഴിക്കോ? ഇങ്ങോട്ടുള്ള വരവ് ഇച്ചിരി കഷ്ടമാണ്. എന്നാലേ ഇവിടെ വരെ വന്നിട്ട് ഇത് കാണാൻ പോയാലോ? അതെ, ഇതൊരു അത്ഭുതം തന്നെ. എന്നാലും ചൂടുണ്ട്. ഒരു മുട്ട എടുത്തോണ്ട് വന്ന് പൊളിച്ച കഴിക്കായിരുന്നത്. പുഴുങ്ങായിരുന്നു. വെള്ളം ഒന്ന് വായി വെച്ച് നോക്കി. വെള്ളത്തിനൊരു മണമുണ്ട്. ഒരു മണമുണ്ട്. ഈ ചേറും എല്ലാം കൂടെ കൂടിയിട്ടൊരു ഉപ്പാണോ? ഇതാണ് ഫുഗാ വാലിയിലെ ഹോട്ട് സ്പ്രിംഗ് വാട്ടർ. പുക വരുന്നില്ലല്ലോ. ചെറുതായിട്ടുണ്ട്. ശരിയാ, അതുകൊണ്ടായിരിക്കും പുകവാലി എന്ന് പറയുന്നത്. പുകയാ. ഇതെന്തോ ഒരു സംഭവം അല്ലേ? ഇത് ചിലയിടത്തൊക്കെ ഉണ്ട്. ബദ്രീനാഥിലും കേദാർനാഥിലും അവിടെ അങ്ങനെയുള്ളടത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ പിന്നെ അടുത്ത് എവിടെ അറിയാം? ആനക്കുളത്തുണ്ട്. ആന മറ്റേ വെള്ളം കുടിക്കാൻ വരുന്നത്. അത് മറ്റേ ഒരു വെള്ളം ഉപ്പുവെള്ളം തോട്ടിനകത്ത് ചൂടുവെള്ളം വരുമോ? ഇതുണ്ട് ഈ വെള്ളത്തിനകത്തേ എന്തോ ഒരു ജീവി ഈച്ച പോലെ ഇരിക്കുന്നല്ലേ? അതെ, ചൂടുവെള്ളത്തിൽ നിൽക്കുന്നു. ഇറങ്ങി നിൽക്കുക, അങ്ങനെ പോരാ. ഇറങ്ങി നിൽക്കുമ്പോഴേ അതിൻ്റെ ചൂടിൻ്റെ അറിയത്തുള്ളൂ. ചൂടേ ചൂട് നല്ല ചൂടുണ്ട്. ഇങ്ങനെ 24 മണിക്കൂർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതെ, ഈ വെള്ളത്തിനൊരു സ്മെല്ലുണ്ട് കേട്ടോ. ഇത് സൾഫറിൻ്റെ അങ്ങനെ എന്തോ ഒരു സ്മെല്ലുണ്ട്. ഹോട്ട് സ്പ്രിംഗ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. നമുക്ക് പോവാം. ഏക്കാൽ അവിടെ വരെ വന്നപ്പോൾ ഇവിടെ വരെ വരാതെ പോകുന്നത് മോശമല്ലേ? കുഞ്ഞിക്കളി 2 കാലിലൂടെ താന്നുപോയി ചളിക്കകത്ത്. ഇപ്പോൾ ചെരുപ്പെടുക്കാനുള്ള പണിയാ. ചെരുപ്പ് അതിനകത്തായിപ്പോയി ചളിക്കകത്ത്. അല്ലടാ, താഴെടാ, കൈ കൊണ്ട് എടുക്കടാ. അതല്ല, അവിടെ അല്ല, ഇപ്പറേ. അത് തന്നെ ചെരുപ്പ് ഞേട്ടണ്ട, അതെടുത്ത് കൈ പിടിച്ചു. അതെ, ആങ്ങളെ കണ്ടോ? അപ്പം ഞങ്ങളുടെ ചെരുപ്പൊക്കെ എടുത്ത് കഴുകി കൊടുക്കുക. ചളിക്കകത്ത് കൈയിട്ട് വാരി.
ആടും ചെമ്മരിയാടും യാക്കും കുതിരയും മേഞ്ഞെടുപ്പുണ്ട്. യാക്കാ കൂടുതൽ. ആടെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു, അങ്ങ് എല്ലാം അങ്ങേറ്റത്തോട്ട് പോയി. ശരിക്കും ഇപ്പോൾ ഇത്രയും വെള്ളം കുറവായതുകൊണ്ട് നമ്മൾ ഈസി ആയിട്ട് പോയി. ആ വെള്ളമുള്ള സമയത്താണ് അങ്ങോട്ട് പോകാൻ പാടാ. നടക്കല. ഇനിയിപ്പോൾ കാല് കഴുകണല്ലേ? ഈ ഐസ് വെള്ളത്തിൽ എങ്ങനെ കഴിയും? കാല് മറിച്ചിപ്പോ തന്നെ. ആ അപ്പം ഹോട്ട് സ്പ്രിംഗ് ഒക്കെ കണ്ട് ഇനി നമ്മൾ നേരെ ഡിബ്ലിങ് വഴി മണാലിയിലേക്ക്, ഡിബ്ലിങ് ചെല്ലുമ്പം ലേ മണാലി ഹൈവേയിലേക്ക് കയറും. ശരിക്കും ഇന്നലെ തൊട്ട് നമ്മൾ വരുന്ന വഴിക്ക് ഒന്നും നെറ്റ്വർക്ക് ഇല്ല. ഇതുണ്ട്, വെള്ളം ഉള്ളപ്പോൾ ഇതുപോലെ ഇതിനിടയിൽ കൂടെ, ഈ പുല്ലിനിടയ്ക്ക് കൂടെ എല്ലാം വെള്ളം ഒഴുകുന്നുണ്ടാവും. എന്താണേലും ഈ ബൈക്കിന് ഇങ്ങോട്ട് വരുന്നവരെ നമ്മൾ സമ്മതിച്ചേ മതിയാവുള്ളൂ. അപ്പുറം മൊത്തം യാക്കായിരുന്നു നിന്നിരുന്നത്. എനിക്ക് ഇവിടെ എന്തേരം ആടാ നിൽക്കുന്നത്. ഈ പാറ കണ്ടോ? ഇതുണ്ടോ, വ്യത്യസ്തമായ ഒരു പാറക്കെട്ട്. ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാലേ വെള്ളത്തിൽ കിടന്ന പോലെ ഈ കല്ല് അല്ലേ? വെള്ളം ഇറങ്ങിപ്പോയ പോലെ തന്നെ തോന്നുന്നു. ഇതെല്ലാം ആട്ടിടയന്മാരുടെ ടെൻറ്റ്. അത് ആടിനെ ഇടുന്ന കൂടുവാ. ലഡാക്കിൽ നിന്ന് കാരവണ്ടിയാ വീട്ടിൽ പോവാ. ഏത് വീട്ടിലാ? സ്ഥലപ്പേര്? ഏറ്റുമാനൂര്. ഇതുണ്ട്, ഈ സ്ഥലമാണ് ശരിക്കും പുക എന്ന് പറയുന്ന സ്ഥലം. അതാണ് പുക വാലിയാണ് നമ്മൾ അവിടെ കണ്ടത്. നമ്മളൊരു കയറ്റം കയറുക, ഒരു മല കയറുക. അതെ, വീട്ടിൽ പോണോ? വീട്ടിലോട്ടാ നമ്മൾ പോന്നേ. അതെ, മോളിൽ നിന്ന് വണ്ടി ഇറങ്ങി വരുന്നുണ്ടോ? ആ വഴി വേണം നമുക്ക് കയറിപ്പോവാൻ. വീണ്ടും നമ്മൾ മഞ്ഞുമലയുടെ ഒക്കെ മുകളിലേക്ക് കയറുകയെന്ന് തോന്നുന്നല്ലോ. എന്തോ ടാങ്കാ. ഇതിനെ എല്ലാവർക്കും ആർക്കും അനക്കമൊന്നും ഇല്ലല്ലോ. അതിനാ ആണോ? അപ്പം ഉംലിംഗിലാ പോയിരുന്നെങ്കിലോ? പിന്നെ അവിടെ പോയി 10 മിനിറ്റോ നിക്കുള്ളൂ. പിന്നെ കയറി ഇങ്ങ് പോരും. ഇത് അരമണിക്കൂർ അങ്ങോട്ട്, അരമണിക്കൂർ ഇങ്ങോട്ട്. അതിന്റെ ഇടയ്ക്ക് ചെളി, ചേറ്, മണം, പിന്നെ കുറെ ആയിട്ട് ചാണകത്തിന്റെ അകത്തൂടെ. പിന്നെ ഇതിന്റെ അകത്തെല്ലാം തെന്നി വീണതിന്റെ പാട്. പിന്നെ ഇപ്പൊ കൈയും കാലും എല്ലാം മരച്ച. വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരുന്നു. വെള്ളത്തിന് ഭയങ്കര തണുപ്പാ. അവിടെ പോയി കൈയും കാലും കഴിയുമ്പോ അവിടെ പോയി കൈയും കാലും കഴുകിയപ്പോ അത് മരിക്കുകയും ചെയ്തു. നോക്കിയേ, ആകാശത്തിന് എന്നാ നീല കളറാന്ന് നോക്കിയേ, അടിപൊളി. പക്ഷെ കുറച്ച് മുമ്പ് നമ്മൾ വന്ന വഴിയെല്ലാം മേഘമായിരുന്നു മൊത്തം. ഇതുണ്ടോ, ഇത് നല്ല അടിപൊളിയാണ്. അങ്ങോട്ട് നോക്കിയേ, എന്തോരം ആട്ടും കൂടാന്ന് നോക്കിയേ. ആടുകളെല്ലാം മേയ്ക്കാൻ കൊണ്ടുപോയേക്കാന്ന് തോന്നുന്നു. ഒത്തിരി ഉണ്ട്. ഒത്തിരി ഉണ്ട്. ഇപ്പോഴേ ഒരു പിന്നെ മൊയലയിലേ ഓടുന്നുണ്ടായിരുന്നു. മൊയൽ ഇഷ്ടം പോലെ ഉണ്ട് ലഡാക്കിലേ. നമ്മളിനിയും നുമ്രാവാലിയിലെ ഹണ്ടർ പോയില്ല. പിന്നെ ദുർബുക്കല്ല, ടുട്ടുക്ക് അതും പോയില്ല. വില്ലേജ്, ലാസ്റ്റ് വില്ലേജ്. പിന്നെ ഉള്ളത് ഉംലിംഗ്ല. അവിടെയാണ് നമ്മൾ പോകാത്ത. ഉംലിംഗ്ല അത്രയും ഹൈറ്റിൽ പോകാന്നുള്ളൂ, വേറെ കാണാനൊന്നും ഇല്ല. ഹണ്ടർ എന്നാൽ പിന്നെ ഈ സാൻഡ് ഡ്യൂൺസും ക്യാമൽ സവാരിയും ഉള്ളൂ, വേറൊന്നും ഇല്ല അവിടെ. അതുകൊണ്ടോ പൊടിക്കാറ്റ് കണ്ടോ? ഇതേപോലെ തന്നെ അവിടെ ഹണ്ടറിലും അതുണ്ട്. അതൊക്കെ ഒരു ചെറിയ ലേക്കുകളാ. അതുണ്ടോ? അങ്ങുണ്ടോ? മഞ്ഞുമലയുടെ താഴെ. നമ്മളിപ്പോ പോകുന്ന ഒരു മരുഭൂമി കൂടെ ആണല്ലേ പറയത്തുള്ളേ. അതെ, ഇവിടെ ഒന്നും ഇല്ലല്ലോ. വെള്ളമുള്ള. അതെ, എനിക്ക് ലഡാക്കിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടു പാങ്കോങ്ങിലേക്ക്. പാങ്കോങ്ങിലേക്കും പിന്നെ ലേ സിറ്റി ഒക്കെ കൊള്ളാം. അതല്ല, പിന്നെ അങ്ങോട്ട് വരുന്ന കാർഗിലും ആ വഴിയൊക്കെ നല്ലതാ. നല്ല രസമാണ്. പിന്നെ നമ്മളെ കുറെ മറ്റേ ഇങ്ങോട്ട് പാങ്കോങ്ങിലേക്ക് വന്നപ്പോൾ ഉള്ള കുറെ ഡേഞ്ചറസ് റോഡുകളൊക്കെ ഒരു രസമുണ്ട്. അതെ, നമ്മളെ ബാങ്കോങ്ങിലേക്ക് വന്ന വഴിക്ക് ഇതില്ലായിരുന്നു എന്നാ, ദുർബുക്ക്. അല്ല, ദുർബുക്കല്ല, ഒരു ഗർത്തത്തിനകത്ത് ഇറങ്ങി വന്ന് നിൽക്കുന്ന പോലെ തോന്നിയില്ല നമ്മൾ അങ്ങോട്ട് വന്ന വഴി. അതൊക്കെ നല്ല രസമല്ലേ അവിടെ നിന്നല്ലേ? അതെ, പാങ്കോങ് വന്നപ്പോഴല്ല, മറ്റേ ഇത് മൂൺലാൻഡ് കഴിഞ്ഞ് ഇറങ്ങി വന്നു. അതൊക്കെ നല്ല രസമാണ്. അവിടെ നല്ല രസമാണ്. പ്രകൃതിയുടെ ഓരോ വികൃതികൾ കാണാം, അതായേ ഉള്ളൂ. അല്ല, നല്ല അത് ഭയങ്കര വിഷയമാണ്. പക്ഷെ ഇവിടെ ആരും ഇല്ലല്ലോ മരം വെച്ച് പിടിപ്പിക്കാൻ. ആരാ ഉള്ളേ? ജനസംഖ്യ കുറവല്ലേ.
അതുകൊണ്ട് ഒരു ലോറി വരുന്നുണ്ട്. പിന്നെ ഇന്ന് മാത്രമാണ് ഇത്രയും നല്ല വഴി കൂടെ നമ്മുടെ വണ്ടി ഓടിയത്. ബാക്കി മൊത്തം വഴി മോശമായിരുന്നു. ഒരു ലോറി വരുന്നു. ഈ സൈഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. സൈഡിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീതിക്ക് ടാർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് സൈഡ് ഇറക്കാൻ പറ്റിയല്ല. കാറൊക്കെ ഇറക്കാം, വലിയ വണ്ടി വലിയ വണ്ടിയൊന്നും ഇറക്കാൻ പറ്റിയല്ല. ഇതുണ്ടോ ഇവിടെ അങ്ങനെ വീതിക്ക് ടാർ ചെയ്തിട്ടുണ്ട്. അത് നല്ല ഇതിനു വേണ്ടിയാ. അതെ, ഇത് അപ്പുറം അവിടെ ഒരെണ്ണം എത്തിയിട്ടുണ്ട്. അത് നല്ല, അല്ലെങ്കിൽ ഈ സൈഡ് കൊടുക്കാൻ പറ്റിയല്ല. അതെ, അതും ഒരു ലേക്കാ അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന അത്രയല്ല. അതൊന്നും ആൾക്കാർ കാണാൻ പോകുന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ പോകുന്ന വഴി കാണാം. പിന്നെ ഈ ലേയിൽ നിന്നൊക്കെയാണല്ലോ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് എത്താൻ ഒരുപാട് ദൂരമാണ്. ഒരു ദിവസവും 2 ദിവസവും ഒക്കെ ഓടണം ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്ത് എത്തണമെങ്കിൽ. സൗകര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ മടുത്തോ? അതെന്നാ ഈ വെള്ളത്തിൽ തണുപ്പിനകത്തൊക്കെ ഇറങ്ങി ചാടി ഓടി പോയിട്ടാ? അപ്പൊ കുഴപ്പമില്ലായിരുന്നു, വണ്ടിയിലോട്ട് കേറിയപ്പോ അപ്പ തുടങ്ങി. എനിക്ക് കാലഴുക്കത്തില്ല. ആണോ? കാലൊക്കെ മരച്ചോ? കാലിന്റെ വിരലിന്റെ അവിടെ ചന്നു തോന്നുന്നു. ആണോ? അതിനെ പറ്റി കല്ല് ചോട്ടി. അതെ അതെ. ചേട്ടാച്ചൻ മടുത്തോടാ? ചെറുതായിട്ടോ? ഇപ്പൊ ഒരു ദിവസം കിടന്നുറങ്ങി രാവിലെ കേൾക്കുമ്പോ ശരിയാവുകയല്ലേ? എപ്പോഴും ഉറക്കമാണോ? എന്നാ ഉറക്കം കൂടിയിട്ടായിരിക്കും. ഇപ്പൊ നമ്മൾ വന്നിട്ട് ഏത് സ്ഥലം ഏറ്റവും ഇഷ്ടപ്പെട്ടെ? എനിക്കിപ്പോ ഹോട്ട് സ്പ്രിങ്. ഹോട്ട് സ്പ്രിങ്ങോ? മറ്റേ ചെളി ചവിട്ടി പോകുന്ന നല്ല രസമുണ്ട്. പിന്നെ വേറെ ലേ സിറ്റി. ലേ സിറ്റി ഉള്ള അല്ലേ? പിന്നെ നമ്മൾ എതിലേ പോയാലും നെറ്റ്വർക്ക് ഇല്ല. പിന്നെയും എയർടെല്ലും ജിയോയും ആണ് കൂടുതലും. എയർടെല്ലാണ് കിട്ടുന്നത്. ജിയോയൊക്കെ കാത്തിരിക്കാൻ തുടങ്ങിയ ദിവസങ്ങളായി. അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് വരുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രീപെയ്ഡ് സിമ്മും കൊണ്ട് വന്നാൽ കാശ്മീരും ലഡാക്കും ഒന്നും കിട്ടുകയില്ല. പോസ്റ്റ് പെയ്ഡ് സിം ആയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ലോക്കൽ സിം എടുക്കണം. പിന്നെ ലഡാക്കിൽ മൊത്തം യാത്ര ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ കവറേജ് ഉള്ള എയർടെല്ലിന് തന്നെയാണ്. ഉണ്ട്. അതെ, നെറ്റ് കിട്ടിയില്ലേലും വിളിക്കാൻ പറ്റും. ചായക്കേ നമ്മള് പത്താൻകോട്ട് ഇങ്ങനെ കയറിയപ്പം ഫോൺ പോയതാ. ഇപ്പൊ ഇതുവരെ ഇല്ല. ഞാൻ ഇവനോട് പറയാം നിനക്ക് വേണം ഒരു സിം എടുത്തോളാം. ഓ ആരാ വിളിക്കാനാ? ഞാൻ തന്നെയല്ല കൈകാരനുണ്ട്, അവനും പറഞ്ഞു എന്നത്തിന് എടുക്കുന്ന. അവനങ്ങനെ ഒന്നുമല്ല. എന്നിട്ട് അവന് അത്യാവശ്യം ഫോൺ കൈകാര്യം ചെയ്യുന്നുണ്ട്. നീ അതും ഇല്ലല്ലോ. ചിലപ്പോ അവന്റെ ഇച്ചിരി ഹോട്ട്സ്പോട്ട് മേടിക്കുന്നത്. എന്നിട്ടുണ്ടല്ലോ, ഞാൻ ഇന്നലെ നോക്കുമ്പോ ഒരാളിരുന്നു ഫേസ്ബുക്കിൽ ഇങ്ങനെ വീഡിയോ കാണും. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ നീ നെറ്റ് കിട്ടിയ? അതെ, പണ്ടത്തെ ലോഡായി കിടക്കുന്ന. കുഞ്ഞിക്കിളി പറഞ്ഞ പോലെ ഇത് ഏതോ ഒരു വില്ലേജ് അല്ല ലഡാക്കിലെ അല്ലേ കുഞ്ഞിക്കിളി? അത്യാവശ്യം അത് റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതേ അവിടെ ടെന്റ് ഹൗസ് ഒക്കെ ഉണ്ട്. വില്ലേജിന്റെ പേര് കാണുന്നില്ലല്ലോ. അതെ, അവിടെ വെച്ചിട്ടുണ്ട്. അല്ല, റെസ്റ്റോറന്റ്. മാഗിയൊക്കെ ഉള്ളു കേട്ടോ. സമാധാനോ അല്ല, നമ്മളിപ്പോ അങ്ങ് ചെല്ലും. അടുത്ത ഹൈവേയിലേക്ക് കയറും. ഇതെല്ലാം ഇവിടുത്തെ കൃഷിക്കാരും ആട് വളർത്തലുകാരുടെ ഒക്കെ വീടുകളും ആട്ടുംകൂടും ഒക്കെയാ. ഈ ആട്ടുംകൂടിനൊന്നും മേൽക്കൂരയില്ലേ? നിങ്ങൾക്ക് തണുക്കുമല്ലേ? അതെ അതെ, എന്നാ തണുപ്പ് എന്നാലും. ഈ വീടുകളുടെ ഒക്കെ മണ്ണാ മുകളിലൊക്കെ. അത് തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഇട്ടേക്കുന്നത്. ഇതുണ്ടല്ലേ, അതിനകത്തൊന്നും തണുപ്പും കാണുകയില്ല ചൂടും കാണുകയില്ല. ഇത് പുകാവാലിയുടെ ഭാഗമാണ് കണ്ടോ. ഇത് പുകാവാലി തന്നെയല്ല, ബാങ്കോങ്ങിന് പോകുന്ന സ്ഥലത്ത് പോകുന്ന വഴിക്ക് മറ്റേ ടങ്സയോ അവിടെ ഇങ്ങനെ ഒത്തിരി ഏരിയയിലുണ്ട്. ഇത് കാണാനാണെങ്കിൽ അവിടെ പോയാൽ മതി. ബാങ്കോങ്ങും കാണാം, അതും കാണാം. ഹോട്ട് സ്പ്രിങ് മാത്രമേ പുകാവാലി വന്നിട്ട് അത് മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം. പക്ഷെ അതിന് എത്ര ദൂരം നമ്മൾ ഓടി വരണം? അഭിപ്രായത്തിൽ 200 കിലോമീറ്റർ ഹോട്ട് സ്പ്രിങ്ങിന് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ലഡാക്കിലെ ചില സ്ഥലങ്ങളും ഒമാനിലെ ചില സ്ഥലങ്ങളുമായിട്ട് എനിക്ക് സാമ്യം തോന്നാറുണ്ട്. എന്താ കളർന്ന് നോക്കിയേ. അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പിൽ നമ്മൾ ഹിമാചലും ഉത്തരാഖണ്ഡും കൂടെ കവർ ചെയ്യണമെന്നാണ് വിചാരിച്ച് വന്നേക്കുന്നത്. പക്ഷെ അത് ഇവരെ കൊണ്ട് എങ്ങനെ സാധിക്കും? ഇവർക്ക് ക്ലാസ് തുടങ്ങിയല്ലോ. കുഞ്ഞിക്കിളയ്ക്കും കുഞ്ഞിക്കണ്ണനും ഒക്കെ സ്കൂൾ തുറക്കും. അപ്പൊ അതുകൊണ്ട് പോകണ്ടേ പെട്ടെന്നാണ്. എനിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ എല്ലാം മഴയല്ലേ. മഴയൊക്കെ കഴിയും നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക്. സ്കൂൾ തുറക്കുന്നതിലും വിഷയം രാജേഷ് ഭായെ പറഞ്ഞു ആദ്യം. അതെ അതെ അതെ, അച്ഛനും പറഞ്ഞിട്ടപ്പോ ഞങ്ങൾ എന്തിനാ
പറഞ്ഞുവിടുന്നേ? അയ്യോ ഞങ്ങക്ക് പറഞ്ഞു വിടാൻ ഒട്ടും ആഗ്രഹമില്ല, ഞങ്ങളുടെ കൂടെ തന്നെ കൊണ്ടുപോകണം. അച്ഛനെ വിടാം നമുക്ക്. അച്ഛൻ സ്കൂളിൽ പോവോ അന്നേരം? അച്ഛന്റെ പൊക്കമൊക്കെ കുറച്ച് വിടാം. യൂണിഫോം ഒക്കെ ഇടിയിച്ചല്ലേ, നിക്കറും ബനിയനും ഒക്കെ ഇടിച്ച് ടീഷർട്ട് ഒക്കെ ഇടിച്ച് വിടാന്ന്. പിന്നെ പോയ കാലത്തെ പോകാൻ മടിയായിരുന്നു. അത് ഇനി ചേട്ടാച്ചൻ പറഞ്ഞ എന്നാന്നറിയോ, എനിക്ക് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞേ. ചേട്ടത്തിന്റെ ക്ലാസ്സിൽ കുറച്ചെങ്കിലും ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ ഒന്നും ഇല്ല. ഇല്ലേ? പുതിയ ക്ലാസ്സിൽ ആരും ഇല്ലേ? അതൊക്കെ കുറച്ച് ദിവസം അങ്ങോട്ട് ചെല്ലുമ്പോൾ എല്ലാവരുമായിട്ടും പരിചയമാകില്ലേ? അതൊരു റോഡാണ് കേട്ടോ. അതാണോ നമുക്ക് പോകേണ്ട ഹൈവേ എന്ന് സംശയമുണ്ട്. ഇതവിടെ കാറും ഒരു ലോറിയൊക്കെ വരുന്നുണ്ട്. ആ ഇതിലെ ഞാൻ കയറ്റിയാലോ? പിന്നെ അവിടെ കിടക്കും. റേഞ്ച് വന്നോ? ജിയോ ഫുൾ റേഞ്ച് കാണുന്നതേ ആ ലേ കെയ്ലോങ് റോഡാ. ആണോ? ആ അപ്പൊ അത് ഹൈവേയാ. പച്ച ബോർഡ് അങ്ങ് കാണുന്നത്. അതല്ലേ ലോറിയൊക്കെ പോകുന്നത്. നമ്മളിത് ഇതുവഴി ഇപ്പൊ കറങ്ങി അതിലോട്ട് ചെയ്യില്ല. ആ എന്നാ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് വെട്ടിയാ പോരാ, നീ കറങ്ങുന്നു. കിലോമീറ്റർ സെറ്റ് ആകട്ടെ. ഇപ്പൊ നമ്മള് ലേ മണാലി ഹൈവേയിൽ വന്ന് കയറി. നമുക്ക് യൂ ടേൺ എടുക്കും, ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. മണാലി 295 ബാബാ. നമ്മൾ വന്നിടത്ത് കണ്ടോ മൊറേരി 103 കിലോമീറ്റർ, സുംദോ 61, പുക 55 കിലോമീറ്റർ. ആ ഇതേ ഇവിടുന്ന് മണാലിക്ക് 296 കിലോമീറ്റർ ഉണ്ട്, 300 കിലോമീറ്റർ. ഇവിടെ ഒന്ന് ചോദിക്കാം കേട്ടോ വഴി എങ്ങനെ ഉണ്ടെന്ന്. ഇവിടെയും മഞ്ഞ് വീഴ്ചയൊക്കെ ഉള്ളതും 2-3 പാസുകളുണ്ട് ഈ വഴിക്കും. സർച്ചു 118, സർച്ചു ആണ് ബോർഡർ. പാങ് 42 കിലോമീറ്റർ. ഇവിടെ ആറ്റിറ്റ്യൂഡ് 15,750. നമ്മൾ അവിടത്തെക്കാട്ടി ഹൈറ്റിലെത്തി കേട്ടോ. ആ ഡിബ്രിങ്. അപ്പൊ ഇനി ഇവിടുന്ന് മണാലിക്ക് ചെല്ലാനും കുറെ പാസുകളുണ്ട്. ഒരു പാസ് അപ്പുറം കഴിഞ്ഞു പോയി. അപ്പൊ അതിന് മുമ്പാണ് ഇപ്പറയാ നമ്മൾ വന്ന് കയറിയത്, അതായത് ചാങ്ലാംഗ്ല പാസ്. ഇനിയും കുറെ പാസുകളുണ്ട് മുന്നോട്ട്. യാക്കേ നിൽക്കുന്ന കണ്ട അകലേന്ന് കണ്ടാല് കരടിയാന്ന് തോന്നുന്നു. മണാലി 339 കിലോമീറ്റർ, ഇവിടെ അവിടെ 296. അത് ഞാനിപ്പോ ഓർത്തെ. സർച്ചു 117. സർച്ചു ആണ് ബോർഡർ, അതായത് ലഡാക്ക് ഹിമാചൽ ബോർഡർ ആണ് സർച്ചു. ഈ ലേ മണാലി ഹൈവേ മഞ്ഞുകാലത്ത് ഫുള്ളായിട്ട് അടഞ്ഞു കിടക്കുന്ന ഒരു റോഡാണ്. നമ്മളെനിക്കൊന്ന് ശ്രീനഗർ ലേ ഹൈവേക്കാട്ടിലും കൂടുതൽ മഞ്ഞ് വീഴ്ചയുടെ പ്രശ്നമുള്ള ഒരു റോഡാണ് ഇത്, ഈ ഹൈവേ. ഇപ്പൊ അവിടെ ഓപ്പൺ ആണോ? ഇപ്പം എല്ലാം ഫുൾ ഓപ്പണാ, മഞ്ഞൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ആ വണ്ടിക്കാരനോട് ചോദിച്ചായിരുന്നു, ഒരു കുഴപ്പമില്ല, വഴി ഫുൾ ഓപ്പണാന്ന് പറഞ്ഞു. അവിടെ റേഞ്ച് ഉണ്ടായിരുന്നു, പിന്നെ റേഞ്ച് പോയല്ലേ. ജംഗ്ഷനിൽ മാത്രമേ റേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ഈ പോകുന്ന ഹൈവേ NH3 ആണ്, അതായത് ലേ മണാലി ഹൈവേ. ഇതിപ്പോൾ 15,750 ഇവിടുത്തെ ആറ്റിറ്റ്യൂഡ്. പക്ഷേ ഇനി ഇതിലും ഹൈറ്റിൽ നമ്മൾ കയറിയിട്ടാണ് പിന്നെ ഇറങ്ങുന്നത്. ഹൈവേയിലേക്ക് വന്ന് കയറിയപ്പോൾ എല്ലാവരും ഓർത്തു അങ്ങ് താഴെ ചെന്നല്ലേ. ഞാൻ വല്ലാതെ പ്രതീക്ഷിച്ചു. ഇനിയുണ്ട്, കുറേ കൂടെ കഴിയണം. അങ്ങോട്ട് പോയപ്പോഴേ അങ്ങ് കയറ്റത്തോട്ട് കയറി പോകാൻ എന്നാ ഇൻട്രസ്റ്റ് ആയിരുന്നു. പാങ് 37 കിലോമീറ്റർ. ഇനി മിക്കവാറും അവിടെ ചെന്നാലേ നെറ്റ്വർക്ക് ഉണ്ടാവുള്ളൂ. അതെ, ഒരു പാങ്. ഇനി അങ്ങോട്ട് നല്ല വഴിയാണെന്ന് തോന്നുന്നല്ലേ? വഴി കുറച്ച് മോശം ഉണ്ടാവും ചില പാസുകളിലൊക്കെ, എന്നാലും കുഴപ്പമില്ല, ഓപ്പണാ, മഞ്ഞൊന്നും ഇല്ല. ആ ഇത്ര വീതി ഉണ്ടല്ലോ, ശാലം ഞാട്ടം ഉണ്ടല്ലോ. അതെ, മര്യാദക്ക് പോകാമല്ലോ. അവിടെ കണ്ടതിനേക്കാട്ടിൽ കൂടുതൽ ആട് വളർത്തൽ ഇവിടെ ഉണ്ട്. ഈ ഹൈവേയുടെ 2 സൈഡിലുണ്ട്. ചെരുപ്പിന്റെ കഥ പറയാന്ന് പറഞ്ഞിട്ട് കുറെ ദിവസമായില്ലേ, ഇതൊരു പറഞ്ഞില്ല. ചെരുപ്പിന്റെ കഥ പറയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലല്ലേ? അത് ഭയങ്കര രസമുള്ള ഒരു കഥ. എന്നാന്നറിയോ, അന്ന് അവിടെ പോയി വഴി തീർന്നില്ലേ? വഴി തീർന്നപ്പോ കുഞ്ഞുങ്ങളി ഉറക്കമല്ലായിരുന്നോ? ഉണ്ടായിരുന്നോ? ഉറക്കമായിരുന്നു. അതിങ്ങനെ രാത്രി നമ്മൾ പോവല്ലായിരുന്നോ? അപ്പൊ പെട്ടെന്ന് വഴി തീർന്നു പോയി. ഞാൻ പെട്ടെന്ന് ധൃതി വെച്ച് ഈ വഴി അങ്ങോട്ടുണ്ടോ, അതുമല്ല മുകളിൽ ഇങ്ങനെ കല്ലിടിഞ്ഞിരിക്കുക. പെട്ടെന്ന് പോയി ഇടിഞ്ഞു വീണ് ഇങ്ങനെ വഴിയിലടിക്ക് വീണ പോലെ കിടക്കുന്നു, മൊത്തം ഇത് കിടക്കുക. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇറങ്ങിപ്പോയി നോക്കാൻ വേണ്ടി. ഞാൻ പെട്ടെന്ന് പോയപ്പോ മുന്നോട്ട് വണ്ടി പോവുകയല്ലെന്ന് മനസ്സിലായി. ആ സമയത്തെ ചേട്ടാച്ചന്റെ ഒരു ഡയലോഗ് കൂടെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ ഇടിഞ്ഞു വീണതാണോ. ഈ സൈഡിൽ കൂടെ നോക്കുമ്പോ വലിയൊരു മല ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുകയും കൂടാ. അപ്പൊ ഞാൻ പെട്ടെന്ന് ചെന്ന് നോക്കിയിട്ട് വണ്ടി എല്ലാം റിവേഴ്സിങ് മാറ്റാൻ വേണ്ടിയിട്ട് റിവേഴ്സ് എടുത്തോണ്ടിരിക്കുകയാണ്. കുറച്ചിങ്ങ് പുറകോട്ട് പോന്നു എന്ന് പറഞ്ഞ് ഈ മല നിൽക്കുന്നതിന്റെ കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പം വണ്ടി എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അച്ഛ വന്ന് വെച്ച് ചെരുപ്പ് തപ്പുക. അച്ഛാടെ ചെരുപ്പ് ഉറങ്ങണ്ടില്ലെന്ന് പറഞ്ഞ് ചെരുപ്പ് തപ്പുക. അപ്പം വണ്ടി അവിടെ നിർത്തി വെച്ച് ഇവർ രണ്ടും കൂടെ ചെരുപ്പ് തപ്പാൻ പോവുക. അപ്പം വണ്ടി എങ്ങനെയാലും അവിടെ നിന്ന് പെട്ടെന്ന് റിവേഴ്സ് എടുത്തോണ്ട് പോകണ്ടേ, കുറച്ചിങ്ങ് മാറ്റി, എന്നാലും അവിടെ തന്നെയല്ലേ കിടക്കുന്നേ.
അത് അങ്ങനല്ല, എന്നാന്നോ അവിടുന്ന് വണ്ടി റിവേഴ്സേ പോകത്തുള്ളൂ എന്ന് ചായക്ക് മനസ്സിലായി. ആ അപ്പൊ ചായ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാൻ പോയി പുറകെ കല്ലൊക്കെ മാറ്റാനുണ്ട്, ഞാൻ കല്ല് മാറ്റാം, ആ ചേട്ടായി വണ്ടി എടുത്തോളാൻ പറഞ്ഞു. ആ ശരിയെന്ന് പറഞ്ഞു. ഞാൻ ചെരുപ്പിടാനായിട്ട് എടുത്ത് നോക്കിയിട്ട് ഒരു ചെരുപ്പേ കാണുന്നുള്ളൂ, ഒരു ചെരുപ്പ് കാണുന്നില്ല. ആ അപ്പൊ ഞാനോർത്ത് ചേട്ടായി അവിടെ നിർത്തിയിട്ട് ഇറങ്ങിയായിരുന്നല്ലോ, ആ അതുകൊണ്ട് അവിടെ ഇനിയും ഡോറ് തുറന്നപ്പോഴെങ്ങാനും ചെരുപ്പ് പോയോന്ന് അറിയാനായിട്ട് ഞാൻ പതുക്കെ ടോർച്ച് അടിച്ചോണ്ട് പോയി അവിടെ പോയി നോക്കുക. അല്ലെ കൊച്ചച്ച ചെരുപ്പ് വെപ്പാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ആ കുഞ്ഞിക്കണ്ണുണ്ണ ഞങ്ങളോട് വണ്ടിക്കകത്തിരുന്ന് പറഞ്ഞു അവൻ അതിന് മുന്നേ ബാത്റൂമിൽ മൂത്രം വയ്ക്കാനും കണ്ട് വെളിയിൽ ഇറങ്ങിയപ്പോ ഉണ്ടല്ലോ 2 ചെരുപ്പം കൊണ്ടാ പോയെന്ന്. ഒരെണ്ണം അച്ചയുടെ ഒരെണ്ണം കൊച്ചച്ചയുടെ ഇട്ടോണ്ടാ പോയെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഓർത്ത് നോക്കിയ ചെരുപ്പ് എന്നാ പോയെന്ന്. അപ്പൊ ഞാൻ വണ്ടി നിർത്തി ഡോറ് തുറന്ന ഭാഗം മൊത്തം നോക്കി, അവിടെങ്ങും ചെരുപ്പില്ല. എന്നാ പിന്നെ പോയി കാണും, അതിന് മുമ്പ് എവിടെയെങ്കിലും നിർത്തിയെടുത്ത് പോയി കാണുമെന്ന് ഓർത്ത് ഞാൻ തിരിച്ചു വന്നു. അന്നേരമാണ് ചേട്ടായി വന്നിട്ട് ദേഷ്യപ്പെട്ടാ വരുന്നിട്ട്, ചെരുപ്പ് ഒരു ശ്രദ്ധയില്ലാതെ കൊണ്ടിരുന്ന് അവിടെ കൊണ്ട് ചെരുപ്പിടാവെന്നൊക്കെ ചോദിച്ച് ചേട്ടായി വരുന്നത്. അതെന്നാന്ന് ചോദിച്ചാലേ എപ്പോഴും ഇവിടെ കൊണ്ട് ചുമ്മാ സൈഡിലിട്ടാ ഞങ്ങൾ പോകും, ഡോറ് തുറക്കുമ്പോൾ ഈ ചെരുപ്പ് താഴെ പോകും. ഞാനാ എടുത്തു വെക്കുന്നത് ഇത്. ടെൻഷൻ കയറാൻ കാരണമുണ്ട്, വഴി അതുപോലെ നിൽക്കുന്ന വഴിയല്ലേ, ആ അവിടുന്ന് എത്രയും പെട്ടെന്ന് വണ്ടി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം. വണ്ടിയുടെ ലൈറ്റ് പെട്ടില്ല. ആ അന്നേരം തിരിച്ച് വണ്ടി എടുക്കാൻ ചെരുപ്പ് പോയി കാണുമെന്ന് ഞാൻ ഓർത്തു. ഞാൻ ഉടനെ ചുമ്മാ എൻ്റെ കാലിലോട്ട് ഒന്ന് നോക്കിയപ്പോഴേ എൻ്റെ വലത് കാലിലെ ഷൂ എൻ്റെ ഇടത്ത് കാലിലും ഒരു കാലിലെ രാജേഷിന്റെ ഷൂ കിടക്കുന്നു. ആ സമയത്ത് കിളി പോയി നിൽക്കാനായിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. എന്നിട്ട് നമ്മളോട് ചൂടാകുക. അയ്യോ അതല്ല, അപ്പം ബാക്കി ഞങ്ങളുടെ രണ്ടുപേരുടെയും ചെരുപ്പ് ഓരോന്ന് വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നു. അത് ഞാൻ അതെന്നാ സംഭവിച്ചെന്നറിയോ, ഇപ്പൊ രാത്രിയിൽ ഇങ്ങനെ പോവല്ലേ, പെട്ടെന്ന് നോക്കുമ്പോൾ വഴി അങ്ങ് തീർന്നു, അവിടെ മൊത്തം കല്ലിടിഞ്ഞ് കിടക്കുന്നു. ആ ഈ ലൈറ്റ് വെട്ടേ ഉള്ളൂ. അപ്പൊ പെട്ടെന്ന് ചെരുപ്പിട്ടുണ്ട്, ഇത് മുന്നോട്ട് പോവുക എങ്ങനെയാണെന്ന് അറിയാം. ഇപ്പറേ കല്ലിങ്ങനെ ഇടിയാറായി ഇരിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് ഇറങ്ങിപ്പോയതാ. അപ്പൊ ആ തെറുതിക്ക് എടുത്തിട്ടത് മാറിപ്പോയി. പക്ഷെ എന്നാ എനിക്കത് മനസ്സിലാവില്ല. ഞാൻ കാലം നോക്കുമ്പോഴാണ് അയ്യോ ചിരിച്ച്. ഞാനന്നേരം ചെരുപ്പ് നോക്കിയപ്പോ എന്റെ ചെരുപ്പ് മാത്രമേ നോക്കുള്ളൂ. എന്നാ ചേട്ടായുടെ ചെരുപ്പ് ഒരെണ്ണം അവിടെ കിടക്കുന്ന തൊട്ട് നോക്കിയില്ല, ബാക്കിയുള്ള ചെരുപ്പ് നോക്കുന്നില്ല. നമ്മൾ നമ്മുടെ ചെരുപ്പല്ലേ നോക്കുന്നുള്ളൂ. എന്നാണേലും ഈ ട്രിപ്പിലെ ഏറ്റവും എന്നാ പറയാ നല്ല ഒരു തമാശയായിരുന്നത്. അതെ അതെ, ആ കോമഡി പറ്റിയ സമയമായിരുന്നു. അതാ ഏറ്റവും മണ്ടപ്പോ ഇപ്പൊ കല്ലുണ്ട് വരും പറഞ്ഞ നിക്കുമ്പോഴേ ചെരുപ്പം മാറ്റിട്ട് വഴി കണ്ടുപിടിച്ച് അത് കഴിഞ്ഞ് പിന്നെ പുറകെ വന്ന് നോക്കിയിട്ടാ ഇപ്പുറത്തെ വഴിക്ക് നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെ ആയിരുന്നു ഇറങ്ങിപ്പോയി, ലെഫ്റ്റിലേക്കായിരുന്നു ഇറങ്ങണ്ടേ. അങ്ങനെ വന്ന് നടന്നു പോയി നോക്കിയിട്ട് പിന്നെ നദിക്കകത്തുകൂടെ പിന്നെ ഒരു 2-3 കിലോമീറ്റർ ഓടിയാണ് ഇപ്പറേ വന്ന് റോഡിൽ കയറിയത്. അത് കഴിഞ്ഞ് പിന്നെ നദി കൂടെ തന്നെയായിരുന്നു അന്നും പിറ്റേ ദിവസവും എല്ലാം. നമ്മളെപ്പോഴാ താഴോട്ട് ഇറങ്ങുന്നേ? നമ്മൾ താഴോട്ട് ഇറങ്ങാൻ പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ താഴോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് കുറെ പാസുകളുണ്ട്. മല കയറി ഇറങ്ങി പോകണം, എന്നിട്ടേ താഴെ ഇറങ്ങുള്ളൂ. ഈ വഴി തന്നെ ഉള്ളതാണോ പാസ്? ആ ഈ വഴി തന്നെ. പാങ് 14 കിലോമീറ്റർ. ഇതുണ്ടോ ഈ കലിങ്ങിന്റെ ഈ സ്ലാവെല്ലാം പൊട്ടി ഇരിക്കുക കേട്ടോ. ഈ ലോറിയൊക്കെ ഇതേ കൂടെ തന്നെ ഓടുന്നത്. മഞ്ഞെല്ലാം ഒരു തീർന്നെന്ന് പറഞ്ഞാൽ ഇനിയും ഉണ്ട് കേട്ടോ. അതുണ്ടോ അങ്ങോട്ട് ഉണ്ടോ, വഴിയില്ല, റോഡില്ലെന്നുള്ളേ ഉള്ളൂ. അൺഡ്വലേറ്റിംഗ് റോഡോ എന്നുവെച്ചാ ഈ പൊങ്ങിന്നാന്നും ഇങ്ങനെ ഇരിക്കുന്നില്ലേ. ഈ വഴിയിലോട്ട് കയറിയപ്പോ തൊട്ട് അങ്ങനെ ഈ വെള്ളം അടിച്ച പോലെ കിടക്കുക വഴി. നമ്മളീ പോകുന്ന സൈഡെല്ലാം തണലായി, വെയിൽ ഇതേ അവിടെ മാത്രമേ ഉള്ളൂ ആ മലയില്. ഇട്ടിട്ടുണ്ടോ? AC ഒന്നും ഇട്ടിട്ടില്ല, ഞാനൊന്ന് ഗ്ലാസ് താത്താ. തണുത്തിട്ട് വേല. ദേ എരുതിയിൽ നിന്ന് പറചട്ടിയിലേക്കെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. തണുപ്പാ ഇവിടെ, ഭയങ്കര തണുപ്പാ. കൊള്ളാം. ജന ഇത് അങ്ങ് കുഴിയിലോട്ട് പോവാണോ വഴി? ഇവിടെ ഓർക്കുന്നുണ്ടോ നമ്മൾ കഴിഞ്ഞോണ്ട് വന്നപ്പോ ഇവിടെ വഴി പണിയുമായിരുന്നു. അതെ അതെ, ഈ സൈഡിലേക്ക് നോക്കി, അതുണ്ടോ? ആ നമ്മളെ ഇവിടുന്ന് ഇപ്പൊ ഈ ഒരു മല ഇറങ്ങുക, നല്ല തണുപ്പാ വെളിയില്. ഇവിടെ വഴിയൊക്കെ വീതി കൂട്ടി പണിയുന്നുണ്ട് കേട്ടോ. എന്നാ വെച്ചാൽ ഇവിടെ എല്ലാം പൂർണ്ണമായിട്ടും അടഞ്ഞു കിടക്കുന്ന ഇവയല്ലേ ഇത്. കഴിഞ്ഞ തവണ വന്നപ്പോ ഇത് ഫുള്ള് വഴിപണി നടക്കുമായിരുന്നു. നമ്മളിപ്പോ ഈ പോകുന്ന റോഡ് ടാർ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. അത് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, ഞാൻ ഓടിച്ചു, എനിക്ക് ഓർമ്മയുണ്ട്. അത് ശരി. നമ്മള് 2 വർഷം മുന്നേ വന്നതിലും വഴി ഒരുപാട് നന്നായിട്ടുണ്ട്. ഇവിടെ എല്ലാം നല്ല വീതിക്ക് വഴിപണി നടക്കുന്നുണ്ട്. റോഡ് നല്ലപോലെ വീതിയായി. അന്ന് ഒരു വണ്ടി പോലും പോകാനുള്ള വീതിയില്ല ആ പടേ അല്ലേ, ചെറിയ റോഡായിരുന്നു. മണ്ണെന്ന് ടാറിങ് ഉണ്ടായിരുന്നു, ടാറിങ് എല്ലാം പോയി ഒരു പരുവായിരുന്നു. ആ 2 മലയുടെ ഇടയ്ക്കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ആ മുകളിൽ കൂടെയാണ് നമ്മൾ ഇറങ്ങി വന്നേ. മുത്തിന് ഭയങ്കര തലവേദന, ഓക്സിജന്റെ കുറവുണ്ടാന്ന് തോന്നുന്നു. ഇച്ചിരി ഓക്സിജൻ അടിക്കുക. ഉണ്ടോ? എന്നാ കുഞ്ഞിക്കിളി ഒന്ന് അടിച്ചോ.
ചിറ്റമ്മയൊക്കെ ഇടയ്ക്ക് ഓക്സിജൻ എടുത്തായിരുന്നു. ഹൈറ്റിൽ ചെന്നപ്പോഴോ? ഞാൻ കണ്ടില്ല. പക്ഷെ ഭയങ്കര തലക്കകത്ത് ഭയങ്കര വേദന, അങ്ങോട്ട് പൊട്ടിപ്പോന്ന പോലെ വേദന. അപ്പൊ ഇതാണ് പാങ്ങ്. ഇതൊരു ധാബയാന്ന് തോന്നുന്നു. കുറെ ലോറിയിലൊക്കെ കിടപ്പുണ്ടല്ലോ. ചായ വല്ലതും കുടിക്കുന്നോ? ഇവിടെ റേഞ്ച് ഉണ്ടോ? എന്നാ ഇവിടെ അടുത്ത് ഇത്രേ ഉള്ളൂ പാങ്ങ്. ഒരു അപ്പുറം വേറൊരു കടയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതെ ഉണ്ട്. അതെ റെസ്റ്റോറൻറ്റ്. അങ്ങോട്ട് പോട്ടെ. ഇവിടെ നിന്ന് ഇനി 1-2 പാസുകളുണ്ട്. അത് ഇച്ചിരി ഡേഞ്ചർ പാസുകളാണ്. ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് പോകാം. ഇല്ലെങ്കിൽ പിന്നെ രാത്രി പോയി നമ്മൾ പെട്ടുപോകും. വണ്ടിക്കാരോട് ചോദിക്കാം. അപ്പോൾ ഇവിടെ ഒരു കടയുണ്ട്. എന്നാൽ ഒരു ചായ കുടിച്ചേക്കാം. ചായ പറഞ്ഞോ? ചായ പറഞ്ഞു. അത് ഇതന്നെ ബെഡ് അടുക്കി വെച്ചേക്കുന്നേ. ഇതെന്നാന്നറിയോ? ഇത് നമ്മളിങ്ങനെ വരികയാണെങ്കിൽ നമുക്കിവിടെ സ്റ്റേ ചെയ്യാം. കിടന്നുറങ്ങാം ഇവിടെ. ആണോ? അതിനൊരു പൈസ കൊടുത്താൽ മതി. എന്നാ വഴിയൊക്കെ എപ്പോഴും ബ്ലോക്ക് ആവുന്നതാണ്. അതിനുള്ളൊരു സൗകര്യം അത്. അതെ, ഇവിടുത്തെ ടെമ്പറേച്ചറേ -1 ഇപ്പം. അതായത് ഇവിടെ കൂടിയ ടെമ്പറേച്ചർ 3 ഡിഗ്രി വരെ ഉള്ളൂ, കുറഞ്ഞത് 7 ഡിഗ്രി വരെ. ഇനിയും മൈനസിലേക്ക് പോകത്തേ ഉള്ളൂ. വെളുപ്പിനെ 7 ആവുമായിരിക്കും മൈനസ്. 7 ആവും. അയ്യോ, എത്രയും പെട്ടെന്ന് ജീവനം കൊണ്ട് വിട്ടേക്കാം. വേറൊരു പ്രശ്നമുണ്ട്, വഴി മോശമാണെന്നല്ലേ പറഞ്ഞത്? ലോറിക്കാരൻ പറഞ്ഞ എന്നോട് ഇവിടെ സ്റ്റേ ചെയ്യും, ഇവിടെ കുഴപ്പമില്ല, ഇവിടെ അത്യാവശ്യം നെറ്റൊക്കെ ഉണ്ട്, ജിയോ കിട്ടുന്നുണ്ട്, അപ്പം ഇവിടെ കിടന്നിട്ട് രാവിലെ പോയാൽ മതി എന്നാണ് പുള്ളി പറഞ്ഞത്. ഇപ്പോൾ ഇവിടുന്ന് മുന്നോട്ടുള്ള റൂട്ടും ലേയിൽ നിന്ന് വരുന്ന ഹൈവേയുടെ എല്ലാം ഒരു ഡീറ്റെയിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എവിടെയൊക്കെ പമ്പുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, പാസുകൾ ഏതൊക്കെയാണെന്നൊക്കെയുള്ള. അതെ, ഇവിടുന്ന് മുന്നോട്ട് പോയാൽ ഇനിയിപ്പം 80 കിലോമീറ്റർ ഉണ്ട് സർച്ചു. അത് നമ്മൾ രാത്രിക്ക് ഓടാൻ ബുദ്ധിമുട്ടാണ്, വഴിയൊക്കെ മോശമാണെന്നാണ് പറഞ്ഞത്. പിന്നെ 2 പാസും കയറി പോകണം. അതാ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞേ, ഇവിടെ വന്നപ്പോഴേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനി മുന്നോട്ട് പോയാൽ നമ്മൾ പെട്ട് കിടക്കും ചിലപ്പോൾ. പിന്നെ വേറൊരു കാര്യം, ഈ യാത്രയിൽ ഇതുവരെ ഇല്ലാത്ത ഒരു തണുപ്പാണ് ഇവിടെ. ഇപ്പം -1 രാത്രി -7 വരെ വരും. അയ്യോ, സൂര്യ കേട്ടോ, -7 വരെ വരും രാത്രിയിൽ. പോയി കിടക്കാം. ഏത് മണ്ടല്ലേ? മണ്ട നല്ല കാറ്റാണ്. ഈ പാസുകളെല്ലാം ഭയങ്കര തണുപ്പ്. അന്ന് വന്നപ്പോഴും അതായിരുന്നു. അപ്പം എന്താ ഇനിയും പരിപാടി? ഇനി എന്നാ പരിപാടിയില്ല, വെള്ളത്തിൽ കഴിയുന്ന ഒരു ഏതിട്ടും നടക്കത്തില്ല. നല്ല തലവേദന എടുക്കുന്നുണ്ട്. അപ്പം ഇവന് സന്തോഷമായി, അവിടെ റൊട്ടി കിട്ടും, കറി കിട്ടും, കറി കിട്ടും, വെജ് മിക്സ് വെജ് കിട്ടും. ഇല്ല അപ്പം ഏതൊക്കെയായാലും ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യുക, അതാ നല്ലത്. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. എന്നാ പിന്നെ ഇവിടെ തന്നെ രാവിലെ പോയാൽ മതി. ഇപ്പൊ സമയം അതെ 7:20. സൂര്യൻ അതേ ആ മലയുടെ അപ്പുറം മറയാൻ പോകുന്നു. അപ്പോഴേ വണ്ടി ഒന്ന് അപ്പുറത്തോട്ട് ആ സൈഡിലേക്ക് കയറ്റിയിടാനാണ് പുള്ളി പറഞ്ഞ്, കടക്കാരൻ പറഞ്ഞ്. ഈ ലോറിയുടെ അപ്പുറത്തോട്ടിടുക. ലോറിയുടെ അപ്പുറത്തോട്ടിടാം. ഇവിടെ എങ്ങും പെട്രോൾ പമ്പില്ല. അതുകൊണ്ടാണ് ഈ ഇതിലെ ഓടുന്ന ടാങ്കറിന്റെ പുറയിൽ ഒരു 200 ലിറ്ററിന്റെ ക്യാന് എല്ലാ വണ്ടിയുടെ മുകളിലുണ്ട്. എല്ലാ വണ്ടിയിലും കണ്ടായിരുന്നു. ഇതെന്തിനാന്ന് നമുക്ക് മനസ്സിലായില്ല. അതെന്നാന്ന് വെച്ചാൽ അവരുടെ ഡീസൽ തീരുമ്പോൾ അവർ അത് ഊറ്റി ഓടും. അതാണ് അതിന്റെ കാര്യം. പിന്നെ ഇതേപോലുള്ള ഹോട്ടലുകളിൽ അത്യാവശ്യം സാധനം കിട്ടും, ഡീസൽ കിട്ടും. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോകും. ഇപ്പോൾ പുള്ളിയുടെ അടുത്ത് കാണും, ഞാൻ ചോദിച്ചായിരുന്നു, ഉണ്ടെന്നാണ് പറഞ്ഞു, നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പം നമ്മൾ സാധാരണ എപ്പോഴും ഇതുപോലുള്ള ഹോട്ടലുകളുടെ പാർക്കിങ്ങോ അങ്ങനെയൊക്കെ ഉള്ളിടത്താണ് കൂടുതലും കിടക്കുന്നത്, വണ്ടി ഒതുക്കിയിട്ട്. പിന്നെ അവിടെ അത്യാവശ്യം ഫുഡും കിട്ടും, അതല്ല വേറെ എന്തെങ്കിലും വെള്ളമോ അങ്ങനെയൊക്കെ മേടിക്കാനും വെള്ളം നിറയ്ക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ടാകും. അപ്പോൾ ഇത് മതി, അത്യാവശ്യം ലെവലിലാണ് വണ്ടി കിടക്കുന്നത്. ഇതുണ്ടോ ആ ഒരു ഷെഡ് നോക്കി, അതിൻ്റെ മുകളിൽ കണ്ടോ? ഈ ഷെഡ് ഉണ്ടോ, അതിൻ്റെ മുകളിൽ കണ്ടോ? മണ്ണാണ് നടുക്ക്, ഷീറ്റാണ് ഇടയ്ക്കിട്ടേക്കുന്നത്, മുകളിൽ മണ്ണാണ്, തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മണ്ണും കല്ലും എല്ലാം മറക്കി വെച്ചിട്ടുണ്ട്. കാര്യം ഇതിലെ ലോറികളൊക്കെ രാത്രിക്കൊക്കെ ഓടുന്നുണ്ടെന്നാണ് കടക്കാരൻ പറഞ്ഞത്. പക്ഷെ നമ്മളിങ്ങനെ പുതിയതായിട്ട് വന്ന് പിന്നെ അതുപോലെ ഈ തണുപ്പത്ത് അവിടെ അങ്ങനെ പോയി ഈ പാസിലൊക്കെ ബ്ലോക്കായി വല്ലതും നിന്നാലേ പണിയില്ലേ, അതുകൊണ്ട് ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അതെ, ഇപ്പോൾ അവിടെ ഒരു വണ്ടിക്കാരനുമായിട്ട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞതെന്നാണെന്നറിയാമോ, ഇവിടെ ഭയങ്കര തണുപ്പ് വരും, അതുകൊണ്ട് വണ്ടിക്കകത്തുനിന്ന് ഒരു കാരണവശാലും വെളിയിൽ ഇറങ്ങരുത്, ചൂടുവെള്ളം മാത്രം കുടിക്കുക, വണ്ടി ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിടുക, ഇല്ല രാവിലെ വണ്ടി സ്റ്റാർട്ടാകത്തില്ല. വേറെ എന്നാ പറഞ്ഞേ? വേറെ ഉണ്ടായിരുന്നു, കൊടുക്കാവുള്ളൂ പിള്ളേരല്ലേ എല്ലാവരും. ഒന്നും നമ്മൾ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ഓക്സിജൻ കുറവുണ്ടാവുമെന്ന് അത് ഓർക്കുമ്പം ഇപ്പം കുറയണ്ട. അതെ, കുടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇന്നും കൂടെ സഹിച്ചാൽ മതി. നാളെ വൈകുന്നേരം ആകുമ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ മണാലി എത്തും. രക്ഷപ്പെട്ടു. എല്ലാവരും വാമറൊക്കെ എടുത്തിട്ടു. അപ്പോഴേ
റൊട്ടിക്കാരൊക്കെ റൊട്ടി വേണ്ടവരും കഞ്ഞി വേണ്ടവരും ഒക്കെ പോയി മേടിക്കുക നേരത്തെ. 8 മണിയായി. കഞ്ഞി കുറച്ചേ ഉള്ളേ, ബാക്കി റൊട്ടി മേടിച്ചോ. ആ ഞാൻ കഞ്ഞി ഒന്ന് ചൂടാക്കാൻ പോവാ. അയ്യോ വരണ്ട, വെളിയിൽ ഇറങ്ങണ്ട. തോത്തിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വരൂല്ല. റൊട്ടി റൊട്ടി ആർക്കൊക്കെയാ വേണ്ടേ? എത്ര എണ്ണം വേണം? 3 5. ആ അപ്പം ദാമിക്കുട്ടിക്ക് 3 5. ബാക്കി കണക്കെടുക്ക്. 1 ആ 2. കുഞ്ഞിക്കിളി റൊട്ടി വേണ്ട, കഞ്ഞി മതി. കഞ്ഞി 3 എണ്ണം വേണോ? ആ ആ. ടെമ്പറേച്ചർ എത്രയുണ്ട് ഇപ്പോൾ? ടെമ്പറേച്ചർ കാണിച്ചേ. ടെമ്പറേച്ചർ -2. -2 NH3. ആ 8 മണി ആയതേ 8 മണി ആയതുള്ളൂ. ഇത് രാവിലെ ആകുമ്പോൾ 7 വരും. അതെ 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 അതെ, വേറൊരു കാര്യമുണ്ട്. ഇവർക്ക് തണുപ്പ് മൈനസിൽ ആസ്വദിക്കാൻ പറ്റിയില്ലായിരുന്നു ഇതുവരെ. അതെ അതെ, അത് നമുക്ക് ഇന്ന് അല്ലെ നാളെ രാവിലെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. വേണം ഇച്ചിരി നേരം വെളിയിലൊക്കെ പോയി നിന്ന് ആസ്വദിക്കാം കേട്ടോ. എല്ലാവരും തലവനക്കാരനാണോ? ഓക്സിജൻ്റെ അളവ് കുറയുമെന്നാണ് വണ്ടിക്കാരൻ പറഞ്ഞു കേട്ടോ, ഈ തണുപ്പ് കൂടുന്നതനുസരിച്ച്. അതിങ്ങനെ അച്ചിരി നേരം അങ്ങനെ വെക്കണം, അന്നേരം ഇതിങ്ങി മാറ്റല്ലോ. എന്നിട്ട് അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ റൊട്ടി കടയിൽ പറഞ്ഞിട്ടുണ്ട്, എന്തോ ഒരു കറി 1-2 കറിയും കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും രാജേഷ് ഭായിക്ക് എന്നൊരു അണ്ടാബുർജി ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം. അതുകൊണ്ട് അണ്ടാബുർജി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതെ, അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇത് അരിഞ്ഞ് വെച്ചേക്കണം. നല്ല നീറുന്ന സവോള, പിന്നെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ സൂര്യ പറഞ്ഞ ഇത് പോരാ ചേട്ടാ, ഉള്ള പോരാന്ന് ചോദിച്ചു. ഞാൻ ഉണ്ടാക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചു. അതെ അതെ, അതാണ്. അതുകൊണ്ടൊക്കെ കണ്ണൊക്കെ നീർന്നുകൊണ്ട് അവിടെ പോയി ഫ്രണ്ടിലെ ക്യാബിനകത്ത് പോയിരുന്ന് അരിയുമായിരുന്നു. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, കടുക് കേട്ടോ, അടുത്തത് കറിവേപ്പില. വേഗം മൂടിക്കോ സൂര്യ. ഇനി പച്ചമുളക്, ഇഞ്ചിയും, വെളുത്തുള്ളി. പിന്നെ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഇച്ചിരി കൂടുതലുണ്ടല്ലോ. അപ്പം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക്. അയ്യോ മതിയത്, പിന്നെ നോക്കിയിട്ട് ഇട്ടാൽ മതി. അതൊക്കെ കുക്ക് ഇട്ടോളും. മിണ്ടാൻ പറ്റത്തില്ല, അല്ലേ മറന്നുപോയി. ഞാൻ പറഞ്ഞു ഈ മൈക്ക് പിടിച്ച് മൊത്തം അങ്ങ് പറഞ്ഞോളാന്. സവോള കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പം അണ്ടാപുറിക്ക് പകരം സവോള പുറിജി ആവും. മുട്ട കുറവാണെങ്കിലും സഭയുടെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ നമുക്ക്. ആ അപ്പോൾ അതെ, റൊട്ടി റെഡിയായി വന്നിട്ടുണ്ട്. ആ റൊട്ടിയും കറിയും വന്നു. റെഡി ഭയങ്കര തണുപ്പാ. നമ്മുടെ കറിയാണല്ലോ താമസിക്കുന്നത്. മിക്സ് വെജ് ഇത് ഇതാ ഫുൽഗോപിയാ, ഇത് ആലു ഏതാണ്ടൊക്കെ ഉണ്ട്. ആ അപ്പോൾ അതേ സവോളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് മഞ്ഞപ്പൊടിയും ഇതിനെ കുരുമുളക് പൊടിയോ? കുരുമുളകൊക്കെ കുറച്ചിട്ടാൽ മതി കേട്ടോ, എല്ലാവർക്കും കഴിക്കുന്നത്. ഉള്ള മുളകെല്ലാം ഇട്ടിട്ടുണ്ട്. മതി. പച്ചമുളകിന് തന്നെയാ നല്ല എരിവെന്ന് തോന്നുന്നു. എണ്ണയ്ക്കകത്തോട്ട് ഇട്ടപ്പോൾ തന്നെ ഇവിടെ ചുമയ്ക്കാൻ തുടങ്ങി ആളെ. അപ്പോൾ അതെ, അടുത്തത് തക്കാളി ഇട്ടത്. ഈ വഴുത്തേക്ക് വഴന്ന് വഴറ്റിക്കോ. ഇപ്പോഴാണ് ഒരു കളറായത് ഇതിന് തക്കാളി ഇട്ടപ്പോൾ. അപ്പോൾ ഇനി മുട്ട ഓരോന്നായിട്ട് അങ്ങനെ പൊട്ടിച്ച് നമുക്ക് കഴിക്കാം. മുട്ടയ്ക്ക് എണ്ണം കുറവാണ്, 7 എണ്ണം അങ്ങോട്ടേ ഉള്ളൂ. ഏറെ കറി ഉണ്ടല്ലോ. അല്ല, മുട്ട പൊട്ടുന്നുണ്ടോ നോക്കുമായിരുന്നു. ആ പറഞ്ഞിട്ടുണ്ടെന്നാണോ നോക്കിയേ. വണ്ടിയൊക്കെ കൊണ്ടിരുന്ന കാലത്തെ സ്ഥിരം ചാപ്പാടായിരുന്നു, എളുപ്പമുണ്ട് ഉണ്ടാക്കാൻ. നമ്മുടെ ഷെഫിനെ അളവൊക്കെ അറിയാം. ഞാനോർത്ത സവോള കൂടുതലായിരിക്കും, മുട്ട കുറവായിരിക്കും എന്ന്. എത്ര നാളായി പരിപാടി തുടങ്ങിയിട്ട്? അതെ, ഇത് കണ്ടോ, അപ്പോൾ അത് കറക്റ്റാ. അപ്പോൾ ചപ്പാത്തിയും അണ്ടാബുർജിയും മിക്സ് വെച്ചും. ചപ്പാത്തിയൊക്കെ തണുത്തു കേട്ടോ, വേഗം കഴിച്ചോ. ഇനി കഞ്ഞി വേണ്ടവർക്ക് കഞ്ഞിയും. അതെ, ദാമി ഇങ്ങോട്ട് വാ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അപ്പം അച്ചമ്മേനെ ഒന്ന് ഫോൺ വിളിക്കായിരുന്നു, അച്ചമ്മയും പൊന്നുകുട്ടീനെ. ദാമി അതെ അവരെ ചായക്കൊച്ചയെ കാണിക്കാനായിട്ട് കൊണ്ടുപോയി. ദാമി ഇങ്ങോട്ട് ഞങ്ങളോടൊന്ന് കാണട്ടെ. കുഞ്ഞിക്കിളിക്ക് മുത്തിനും ഭയങ്കര ക്ഷീണം. അവർക്ക് 2 പേർക്കും തലയ്ക്ക് ഭയങ്കര
വിഷമം ഞങ്ങൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഇവർക്ക് ഇച്ചിരി കൂടുതലാണ്. ഓക്സിജനൊക്കെ അടിച്ച് ഗുളികയൊക്കെ കൊടുത്തു, അതൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുക. ഓ എൻ്റെ കൈ തരുമല്ല, ഞാനൊന്ന് കാണട്ടെ, അച്ഛമ്മേനെ ഒന്ന് കാണട്ടെ. ഇതേ നോക്കട്ടെ അച്ഛമ്മേൻ ചേച്ചനെ. എന്നാണ്ട് വിശേഷമൊക്കെ? മഴ മാത്രമേ ഉള്ളൂ അല്ലേ? ഞങ്ങൾക്ക് ഇവിടെ തണുപ്പ് മാത്രമേ ഉള്ളൂ. ആണോ? ആ, ഞങ്ങൾക്ക് ഇവിടെ തണുപ്പ് കാരണം വെളിയിലിറങ്ങാൻ തോന്നുന്നില്ല. ആ ഇല്ലില്ല. നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ? എന്നെ കൊണ്ട് പിടിപ്പിക്കല ഫോണില്. എന്നാ വർത്താനം പറഞ്ഞു അങ്ങോട്ട്. പൊന്നു മടിയിലിരുത്തിയ വേറിട്ടാന്ന് തോന്നുന്നല്ലോ. ഇത്രയും നേരമായിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോഴാണ് ഫോൺ കൊണ്ട് തന്നത്. നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ? ആ, അച്ഛമ്മ അങ്ങനെ 8 മണിക്ക് മുമ്പ് ആഹാരം കഴിക്കും. 10 മണി, അതെ 9 മണിക്ക് കിടക്കാൻ നോക്കും. 10:30 ആയല്ലേ? ആ പിന്നെ വരണേണ്ട്. അപ്പം ഞങ്ങൾ ഉടനെ വരും. ഇവരെ ഉടനെ പറഞ്ഞു വിടും. ഇവർ മടുത്തു. ഇവർക്ക് കാശ്മീർ വരെ ഒരു മടുപ്പില്ലായിരുന്നു. ലഡാക്കിൽ കയറി കഴിഞ്ഞു, ലേ കഴിഞ്ഞപ്പോൾ തൊട്ടാണ് മടുക്കാൻ തുടങ്ങിയത്. അതെ, 2 ദിവസമായിട്ടേ തണുപ്പും വെയിലൊക്കെ കാണാൻ കൊതിക്കുക. ഇപ്പം ഞങ്ങൾ ഇച്ചിരി ചൂടിന് വേണ്ടി വെയിലത്ത് നിന്നാലും ഇവിടെ ചൂടൊന്നുമില്ല. എന്നാൽ ശരി എന്നാ, ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പോൾ നാളെ നമുക്ക് എല്ലാ തണുപ്പിൽ നിന്നും രക്ഷപ്പെടാമെന്ന പ്രതീക്ഷയിൽ അല്ലേ, മണാലിയിലേക്ക് എത്താമെന്ന പ്രതീക്ഷയിലാണ് നാളെ. മണാലിയിലോട്ട് എങ്ങനെയാണല്ലോ ഇവിടുന്ന് ഒരു 100-280 കിലോമീറ്റർ ഒക്കെ കാണും. നാളെ വൈകുന്നേരത്തെ തന്നെ ചെല്ലുള്ളൂ. എങ്ങനെയാണെങ്കിലും നാളെ വൈകിട്ടേലും ചെന്നാൽ മതിയായിരുന്നു. അത്രയേ ഉള്ളൊരാഗ്രഹം അല്ലേ കുഞ്ഞിക്കിളി? അപ്പോൾ എന്നാൽ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.